ഒരുപാട് പേരുടെ സംശയമാണ് ഈ വണ്ടികളൊക്കെ കയറി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയുള്ള ടൈലുകളാണ് ലേ ചെയ്യുക നമ്മൾ, അല്ലെങ്കിൽ ഏതൊക്കെ സൈസിലുള്ള ടൈലുകളാണ് വിരിക്കാൻ പറ്റുക, നമുക്ക് വലിയ ടൈല് വിരിക്കാൻ പറ്റുമോ, ചെറിയ ടൈല് വിരിക്കണം, അങ്ങനെയൊക്കെ. ഞാൻ പറയുകയാണെങ്കിൽ ടൈൽസിന്റെ സൈസിലല്ല കാര്യം, ഇത് ലൈ ചെയ്യുന്ന പ്രിക്യൂഷനിലാണ് കാര്യം. അതായത് സാധാരണ ഇപ്പൊ നമ്മൾ ഒരു കാർ പോർച്ച് ആണെങ്കിൽ നമുക്കൊരു പാർക്കിംഗ് ടൈലോ അല്ലെങ്കിൽ സ്റ്റോൺ ടൈപ്പ് ടൈലോ ഒക്കെ വിരിച്ച് നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ നമ്മൾ വിരിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കാർ ഷോറൂമുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള കാർ ഷോറൂം ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അവിടുത്തെ ഇന്റീരിയൽ അങ്ങനത്തെ കളറിനോട് മാച്ച് ആക്കിയിട്ട് വേണം നമ്മൾ ഫ്ലോറിംഗ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പാർക്കിംഗ് ടൈലോ സ്റ്റോൺ ടൈപ്പ് ടൈലോ അത് ലഭ്യമല്ല. അത് GVT വെട്രിഫൈഡ് സൈസിലുള്ള ടൈലുകളാണ് നമുക്ക് അതിന് അനുയോജ്യമായ കളറുകൾ ലഭിക്കുക. അത്തരത്തില് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ലൈ ചെയ്ത ഒരു ഷോറൂമാണ് ഈ കാണുന്നത്. ഇവിടെ ഒട്ടനവധി വണ്ടികൾ കിടക്കുന്നുണ്ട്. ഈ വണ്ടികളൊക്കെ ഡെയിലി കയറി ഇറങ്ങുന്ന ഒരു ഭാഗങ്ങളാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ വിരിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് പ്രിക്കറേഷൻ ഉണ്ട്. അതായത് കറക്റ്റ് നമ്മൾ അതിന്റെ അടിഭാഗം വിരിക്കുന്നതിന് മുന്നുള്ള നമ്മളെ PCC ആയിക്കോട്ടെ എല്ലാ ഭാഗങ്ങളും സ്ട്രോങ്ങിൽ ചെയ്യുകയും ടൈൽസിനനുസരിച്ചിട്ടുള്ള അദർസീവ് ഉപയോഗിച്ചിട്ട് വേണം അത് ലേ ചെയ്യാൻ. അങ്ങനെ ലേ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈസിലുള്ള ഏത് കളറുള്ള ഏത് ടൈലും നമുക്ക് വണ്ടികൾ കയറി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത്രയും വലിയ ടൈലാണ് നമ്മൾ ഇത്രയും വലിയ ഷോറൂമിൽ ലൈ ചെയ്തിട്ടുള്ളത്.